സ്റ്റഡി കോണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് 10th സ്റ്റാൻഡേർഡ് മലയാളം മീഡിയത്തിൻ്റെ ബയോളജിയിലെ 4ാമത്തെ ചാപ്റ്ററാണ് പഠിക്കാൻ വേണ്ടി പോകുന്നത്. ജീവികളിലെ രാസസംവേദനം. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ചില രാസവസ്തുക്കളെക്കുറിച്ച്, അതായത് ഹോർമോണുകളെ കുറിച്ചിട്ടാണ് എൻ്റെ മക്കളെ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ആദ്യം ഇതിൽ പഠിക്കാനുള്ളത് ഒരു പരീക്ഷണമാണ്. അത് പറയുന്നതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ, വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റുകളായി രേഖപ്പെടുത്തുക. വീഡിയോക്ക് ലൈക്ക് അടിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പം നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. ആദ്യം നമുക്ക് പഠിക്കാനുള്ളത് FW വെൻഡ് എന്ന ഹോളണ്ടുകാരനായ സസ്യശാസ്ത്രജ്ഞൻ, ബൊട്ടാണിസ്റ്റ്, അദ്ദേഹം നടത്തിയ ഒരു പരീക്ഷണത്തെ കുറിച്ചിട്ടാണ്. ഇദ്ദേഹത്തിൻ്റെ പരീക്ഷണം വഴിയാണ് നമുക്ക് പ്ലാന്റ് ഹോർമോൺസ് ഉണ്ട് എന്ന് മനസ്സിലാവുന്നത്, അതായത് സസ്യ ഹോർമോണുകൾ ഉണ്ട് എന്ന് മനസ്സിലാവുന്നത്. നമുക്ക് നോക്കാം എന്താണ് അദ്ദേഹത്തിൻ്റെ പരീക്ഷണമെന്ന്. നോക്കിക്കോളൂ. ഹോളണ്ടിലെ സസ്യശാസ്ത്രജ്ഞനായ FW വെൻഡ് സസ്യങ്ങളിലെ വളർച്ചയെക്കുറിച്ച് പഠിക്കുകയായിരുന്നു. ഓട്സ് എന്ന സസ്യത്തിൽ, നമ്മുടെ ഓട്സ് അല്ലേ, ഓട്സ് എന്ന സസ്യത്തിൻ്റെ ബീജശീർഷാഗ്രം മുറിച്ചെടുത്ത് ജെല്ല് പോലുള്ള പദാർത്ഥമായ അഗറിൻ്റെ കട്ടയിൽ സൂക്ഷിച്ചു അദ്ദേഹം. അതായത് അഗർ എന്ന് പറയുന്നത് ഈ ലാബുകളിൽ സൂക്ഷ്മജീവികളെ വളർത്താനും അതുപോലെ തന്നെ ചെടികളെ വളർത്താനും, അതായത് ടിഷ്യൂ കൾച്ചർ നടത്തി ചെടികളെ വളർത്തിയെടുക്കുന്നതിനൊക്കെയുള്ള ഒരു മീഡിയമായിട്ട് അഗർ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത്തരത്തിൽ നിങ്ങൾ ഇത്രയും ആലോചിക്കണ്ടു. അത് ഈ ബീജശീർഷാഗ്രം, അതായത് തണ്ടിൻ്റെ ഏറ്റവും അറ്റം മുറിച്ചെടുത്തു. ആ അറ്റം കേടായി പോവാണ്ടിരിക്കാൻ എവിടെ വെച്ചു എന്ന് വിചാരിക്കുക, അഗറിൽ വെച്ചു എന്ന് കരുതുക. അങ്ങനെ പഠിച്ചാൽ മതി. അപ്പോൾ അദ്ദേഹം ഈ ബീജശീർഷാഗ്രം, എന്താ ബീജശീർഷാഗ്രം? തണ്ടിൻ്റെ, അതായത് ഒരു ചെടി വിത്തിൽ നിന്ന് മുളച്ച് വന്ന് അതിൻ്റെ ഏറ്റവും ടിപ്പ് ഉണ്ടാവില്ലേ, മുകളിലേക്ക് വളരുന്ന ടിപ്പ്, ആ ടിപ്പിനെയാണ് എന്ത് വിളിക്കുന്നത്? ബീജശീർഷാഗ്രം എന്ന് വിളിക്കുന്നത്. ഇദ്ദേഹം ഓട്സ് ചെടിയുടെ ബീജശീർഷാഗ്രം മുറിച്ചെടുത്തു. ആര്? FW വെൻഡ്. എന്നിട്ട് അഗറിനകത്ത് ജെല്ല് പോലുള്ള ഈ അഗറിൻ്റെ കട്ടയിൽ സൂക്ഷിച്ചു വെച്ചു. കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം, കുറച്ച് സമയം കഴിഞ്ഞു, അദ്ദേഹം എന്ത് ചെയ്തു? ബീജശീർഷാഗ്രെല്ലാം നീക്കം ചെയ്തു. എന്നിട്ടോ ഈ അഗർ, ജെല്ല് പോലത്തെ സാധനമാണെന്ന് ഞാൻ പറഞ്ഞു, അതിനെ ചെറിയ ചെറിയ പീസസ് ആക്കി മുറിച്ചെടുത്തു. എന്നിട്ട് ഈ ഓട്സിൻ്റെ നേരത്തെ ബീജശീർഷാഗ്രം മുറിച്ച് വെച്ച ബാക്കിയുള്ള സാധനമില്ലേ, മുറിച്ച് കളഞ്ഞു, അത് പോട്ട് ബാക്കി ആ മുറിച്ച ഭാഗമില്ലേ, ആ മുറിച്ച ഭാഗത്തേക്ക് ഈ പറഞ്ഞ അഗറിൻ്റെ പീസസ് വെച്ചു കൊടുത്തു. നേരെ മുകളിലായിട്ട് വെച്ചപ്പോൾ ചെടി വളരുന്ന, നീളം വെക്കുന്നതായിട്ട് അദ്ദേഹത്തിന് മനസ്സിലായി. അതേസമയം ലാസ്റ്റത്തെ പിക്ചർ നോക്കിയേ, ഒരു സൈഡിലേക്ക് വെച്ച സമയത്ത് ചെടികൾ ആ ഭാഗത്ത് നിന്ന് വളഞ്ഞ് വളരാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ ഇതാണ് അദ്ദേഹത്തിൻ്റെ ഒബ്സർവേഷൻ. അദ്ദേഹം ഒരു പരീക്ഷണം നടത്തി. എന്താ ചെയ്തത്? ഓട്സിൻ്റെ ബീജശീർഷാഗ്രം മുറിച്ചെടുത്തു, ജെല്ല് പോലത്തെ പദാർത്ഥമായ അഗറിൻ്റെ കട്ടയിൽ സൂക്ഷിച്ചു വെച്ചു. കുറേ സമയം കഴിഞ്ഞിട്ട് അദ്ദേഹം ഈ ബീജശീർഷാഗ്രമൊക്കെ കളഞ്ഞ് അഗറിനെ ചെറിയ പീസസ് ആക്കി ചെടിയുടെ മുറിച്ച ആ ഭാഗത്തേക്ക് വെച്ചു. നടുക്ക് വെച്ച സമയത്ത് ചെടി നീളം വെച്ചു, സൈഡിൽ വെച്ച സമയത്ത് ചെടി വളഞ്ഞ് വളരാൻ വേണ്ടി തുടങ്ങി. നമുക്ക് നോക്കാം. ഓട്സിൻ്റെ ബീജശീർഷാഗ്രം മുറിച്ച ഭാഗത്ത് അഗറിൻ്റെ കട്ട വെച്ചപ്പോൾ സസ്യാഗ്രം മുകളിലേക്ക് വളർന്നു. അതേസമയത്ത് ഒരു വശത്തായി ചേർത്ത് വെച്ചപ്പോൾ എതിർവശത്തേക്കും വളഞ്ഞു വളരുന്നതായി ശ്രദ്ധിച്ചു. ഞാൻ താഴെ ചിത്രവും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ ഹോർമോൺ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നുള്ള ചിത്രം ഞാൻ കൃത്യമായി കൊടുത്തിട്ടുണ്ട്. നമ്മളിത് വീണ്ടും പഠിക്കും. അപ്പം നമുക്ക് നോക്കാം. ഇങ്ങനെ ഇദ്ദേഹം ഇത്രയും മനസ്സിലായി അദ്ദേഹത്തിന്. അതായത് ഈ അഗറിൻ്റെ പീസ് വെച്ചപ്പോഴും ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അങ്ങനെ അദ്ദേഹം ഒരു നിഗമനത്തിലേക്ക് എത്തുകയാണ്. എന്താണെന്നറിയോ? നേരത്തെ ആ ബീജശീർഷാഗ്രം എടുത്തിട്ട് അഗറിൻ്റെ ഉള്ളിൽ വെച്ചില്ലേ, അപ്പോൾ ആ ബീജശീർഷാഗ്രത്തിൽ നിന്ന് എന്തോ ചില സാധനങ്ങൾ, എന്തോ ചില രാസവസ്തുക്കൾ അഗറിലേക്ക് എത്തിയിട്ടുണ്ട്. ആ രാസവസ്തുക്കളാണ് ഇപ്പോൾ അഗറിൽ നിന്ന് വീണ്ടും ഈ ചെടിയിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നത് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. ബീജശീർഷാഗ്രത്തിൽ നിന്നും അഗറിലേക്ക് എത്തിയ രാസവസ്തുവാണ് സസ്യാഗ്രത്തിൻ്റെ വളർച്ചയ്ക്കിടയാക്കുന്നതെന്ന് പിന്നീട് കണ്ടെത്തി. ഇതിന് ഓക്സിൻ എന്ന് പേരിട്ടു. അല്ലേ, എന്തോ ഒരു രാസവസ്തു അഗറിന്ന് തിരിച്ചെവിടെ എത്തി? ചെടിയിലേക്ക് എത്തി. അതിനെന്ത് വിളിച്ചു? ഓക്സിൻ എന്ന് വിളിച്ചു. എന്തിന്? ഓക്സിൻ. നേരത്തെ മുമ്പ് പഠിച്ച ഓപ്സിൻ അല്ല കേട്ടോ, ഇത് ഓക്സിൻ. എന്തായിരുന്നു ഓപ്സിൻ എന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. ഓപ്ഷൻ എന്താണെന്ന് കമൻറ്റ് ചെയ്യണം. നോക്കട്ടെ എത്ര പേര് ശരിയായി കമൻറ്റ് ചെയ്യുന്നു. പഴയതൊന്നും
പഠിക്കാതെ മീൻസ് പഴയതൊന്നും എടുത്ത് നോക്കാതെ തന്നെ കമൻറ്റ് ചെയ്യണം. ഈ വീഡിയോ കേൾക്കുന്ന സമയത്ത് തന്നെ കമൻറ്റ് ചെയ്യണം. ഓക്കെ, പഴയതൊന്നും പഠിച്ചിട്ട് കള്ളത്തരം കാണിക്കരുത്. നിങ്ങൾക്ക് എത്ര പേർക്ക് പഴയത് ഓർമ്മയുണ്ടെന്ന് നോക്കാനാണ് പറഞ്ഞത്. ഓപ്ഷൻ എന്താണെന്ന് എനിക്കൊന്ന് കമൻറ്റ് ചെയ്ത് തരിക. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. ഇത് ഓക്സിനാണ്. അതായത് ചെടികളിലേക്ക് ആ അഗറിൽ നിന്ന് എന്തോ ഒരു രാസവസ്തു എത്തുന്നുവെന്നും ആ രാസവസ്തുവിന് ഓക്സിൻ എന്ന് പേരിടുകയും ചെയ്തു. അതായത് ഇത്തരത്തിൽ സസ്യങ്ങളുടെ വളർച്ചയെ സ്വാധീനിക്കുന്ന നിരവധി രാസവസ്തുക്കളെ പിൽക്കാലത്ത് കണ്ടെത്തുകയുണ്ടായി. ഇവയാണ് സസ്യ ഹോർമോണുകൾ. സസ്യ ഹോർമോണുകൾ എന്ന് പറയുമ്പോൾ ഇവ എന്താണ്? രാസവസ്തുക്കളാണ്. സസ്യങ്ങൾക്കകത്തുള്ള രാസവസ്തുക്കളാണ്. ഇവ സസ്യങ്ങളുടെ വളർച്ചയെ സ്വാധീനിക്കുന്നു എന്ന് പിൽക്കാലത്ത് മനസ്സിലായി. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടെത്തിയ രാസവസ്തു ഏതാണ്? ഇവിടെ കണ്ടെത്തിയ ഹോർമോൺ ഏതാണ്? ഓക്സിൻ. ഓക്സിൻ എന്ന സസ്യ ഹോർമോണാണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടെത്തിയിട്ടുള്ളത്. നമ്മളല്ല, FW വെൻറ്റ്. ഓക്കെ, ഇതാണ്, ഇവിടെ നിന്നാണ് സസ്യ ഹോർമോണുകളെ കുറിച്ച് നമ്മൾ പഠിച്ചു തുടങ്ങുന്നത്. നമുക്ക് നോക്കാം. അതിനു മുമ്പേ സസ്യ ഹോർമോൺ, ജന്തു ഹോർമോൺ എന്നൊക്കെ പറയുന്നതിന് മുമ്പേ എന്താണ് ഹോർമോൺ എന്നും അവ എങ്ങനെ ജീവൽ പ്രവർത്തനത്തെ സഹായിക്കുന്നു എന്നും നമുക്ക് പഠിക്കണം. ഇമ്പോർട്ടൻ്റ് ആണ്. ചിത്രത്തെ ബേസ് ചെയ്ത് ചോദ്യമായി വന്നേക്കാം എക്സാമിന്. ABC എന്നൊക്കെ കൊടുത്തിട്ട് ഭാഗങ്ങൾ അടയാളപ്പെടുത്താൻ, അല്ലെങ്കിൽ ഇതെന്താണ് എന്നുള്ള രീതിയിൽ ചോദ്യങ്ങൾ വരും. നോക്കിക്കോളൂ. വിവിധ തരത്തിലുള്ള ഹോർമോണുകൾ സസ്യങ്ങളിലും ജന്തുക്കളിലും കാണപ്പെടുന്നു. എല്ലാ ഹോർമോണുകളും എല്ലാ കോശങ്ങളിലും പ്രവർത്തിക്കുന്നില്ല. ഞാൻ ആദ്യം ജന്തുക്കളുടെ കേസ് പറയാം, അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. മക്കളെ, നമ്മുടെ ശരീരത്തിൽ കുറേ ഗ്രന്ഥികളുണ്ട്. അതിലെ ചില ഗ്രന്ഥികൾ അന്തസ്രാവി ഗ്രന്ഥികളാണ്. ഓക്കെ, എന്താണ്? നമ്മളിത് കേൾക്കൂട്ടോ, ഈ ടേം വീണ്ടും കേൾക്കും. ചില ഗ്രന്ഥികൾ എന്ന് വിളിക്കാം, അന്തസ്രാവി ഗ്രന്ഥികൾ എന്ന് വിളിക്കും. അതായത് ഈ അന്തസ്രാവി ഗ്രന്ഥികൾക്ക് അത് ഉൽപ്പാദിപ്പിക്കുന്ന സ്രവം പുറത്തേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് കുഴലുകളൊന്നും തന്നെ ഇല്ല. അപ്പം അത്തരത്തിലുള്ള ഗ്രന്ഥികളാണ് അന്തസ്രാവി ഗ്രന്ഥി. ഈ അന്തസ്രാവി ഗ്രന്ഥികളാണ് നമ്മുടെ ശരീരത്തിൽ ഹോർമോണുകൾ ഉണ്ടാക്കുന്നത്. മനസ്സിലായോ? നമ്മുടെ വളർച്ചയെ സ്വാധീനിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ ജീവൽ പ്രവർത്തനങ്ങളെ സ്വാധീനിക്കുന്ന ചില ഹോർമോണുകൾ നിർമ്മിക്കുന്നത് ആരാണ്? ചില ഹോർമോൺ എന്നല്ല, എല്ലാ ഹോർമോണുകളും നിർമ്മിക്കുന്നത് ആരാണ്? അന്തസ്രാവി ഗ്രന്ഥികളാണ്. മനസ്സിലായോ? അപ്പോൾ അത്തരത്തിൽ നമുക്ക് ഏറ്റവും ഫെമിലിയറായ ഒരു ഹോർമോണിൻ്റെ പേര് ഞാൻ പറയാം. ഈ ആദ്യത്തെ ക്ലാസ്സിലെ ഈ കൺഫ്യൂഷൻ ഉണ്ടാവുമല്ലോ കേട്ടോ. ഇത് ആദ്യമായിട്ട് നിങ്ങളൊരു പുതിയ സാധനം പഠിക്കുന്നതിൻ്റെ കൺഫ്യൂഷൻ ആയിരിക്കും നിങ്ങൾക്ക് ഇപ്പോൾ ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഡോണ്ട് വറി, ശരിയാവും അത്. ഓക്കെ, ബോറടിക്കും, ആദ്യത്തെ ക്ലാസ് ആയതുകൊണ്ട് അത് ശരിയാവും. ഇത് നിങ്ങൾ പഠിച്ചെടുത്ത് കഴിയുമ്പോഴത്തേക്ക് നോക്കിക്കോളൂ. അപ്പോൾ നമ്മുടെ ശരീരത്തിനകത്ത് ഇൻസുലിൻ എന്നൊരു ഹോർമോൺ ഉണ്ടാകുന്നു നിങ്ങൾക്കറിയാലോ. നമ്മുടെ പാൻക്രിയാസ് ഇൻസുലിൻ എന്നൊരു ഹോർമോൺ ഉണ്ടാക്കുന്നു എന്ന് നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട്. ഇൻസുലിൻ എന്ന് പറയുന്നത് ശരീരത്തിലെ ഷുഗറിൻ്റെ അളവ്, ഗ്ലൂക്കോസിൻ്റെ അളവ് കൺട്രോൾ ചെയ്യുന്ന ഒരാളാണ്, കുറക്കുന്ന ഒരാളാണ്. ശരീരത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുമ്പോൾ അതിനെ കുറക്കാനുള്ള ആളാണ് ആര്? ഇൻസുലിൻ ആണല്ലോ. അപ്പം നോക്കിക്കോളൂ, ഈ ഇൻസുലിൻ പോലുള്ള ഹോർമോണുകൾ ചില ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്നു. ഈ ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ ഹോർമോണുകളും, പല ഹോർമോൺ ഉണ്ടാവും, പല ഗ്രന്ഥികൾ, ഇവ നേരെ രക്തത്തിലേക്കാണ് എത്തുക. രക്തം ഒഴുകി ശരീരത്തിൻ്റെ എല്ലാ കോശങ്ങളിലേക്കും എത്തുന്നു. പക്ഷേ എല്ലാ കോശങ്ങളിലും ഈ ഹോർമോണുകൾ സ്വീകരിക്കപ്പെടുന്നില്ല. ഹോർമോണുകൾ അവ സ്വീകരിക്കാൻ കഴിയുന്ന ചില പെർട്ടിക്കുലർ കോശങ്ങളുണ്ട്, ചില പ്രത്യേകതരം കോശങ്ങളുണ്ട്. ഈ കോശങ്ങളെ ലക്ഷ്യകോശം എന്നാണ് പറയുന്നത്. ഇപ്പം ഇത്രയും ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്കിത് ക്ലിയർ ആയിട്ടുണ്ടാവും. ഫോർ എക്സാമ്പിൾ, ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്തു ശരീരത്തിൽ, പാൻക്രിയാസ് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്തു. ശരീരത്തിൽ ഇപ്പോൾ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുതലുണ്ട്. അപ്പോൾ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്തു. ഈ ഇൻസുലിൻ എന്ന ഹോർമോൺ ബ്ലഡിലൂടെ ആവശ്യമുള്ള സ്ഥലത്തേക്ക് എവിടെയോ എത്തി. ആവശ്യമുള്ള സ്ഥലത്ത് എന്തുണ്ടാവും? ചില പ്രത്യേകതരം റിസപ്റ്റേഴ്സ്, അതായത് ഗ്രാഹികൾ ഉണ്ടാകും. ആ പ്രത്യേകതരം ഗ്രാഹികളുള്ള ഭാഗത്ത് മാത്രമേ, ആ കോശങ്ങളിൽ മാത്രമേ ഈ ഹോർമോണുകൾ സ്വീകരിക്കപ്പെടുകയുള്ളൂ. ഇങ്ങനെ ഒരു ഹോർമോൺ പ്രവർത്തിക്കുന്ന കോശത്തെ അതിൻ്റെ ലക്ഷ്യകോശം എന്നാണ് പറയുക. ഒരു ഹോർമോൺ
പ്രവർത്തിക്കുന്ന കോശത്തെ എന്ത് വിളിക്കും? ലക്ഷ്യകോശം എന്നാണ് വിളിക്കുക. അത് നിങ്ങൾക്ക് ഇവിടെ കാണാം, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ ചിത്രമാണ്. ലക്ഷ്യേതര കോശങ്ങളും ലക്ഷ്യകോശങ്ങളും അവിടെ കൊടുത്തിട്ടുണ്ട്. മക്കളെ സിമ്പിൾ, ഇൻസുലിൻ ഇതാ രക്തത്തിലൂടെ ഒഴുകുകയാണ്, എല്ലാ കോശത്തിലേക്കും എത്തുന്നുണ്ട്. എന്നാൽ ആവശ്യമുള്ള കോശമാണ് ഏത്? ലക്ഷ്യകോശം. ആ ലക്ഷ്യകോശത്തിൽ മാത്രമേ ഇൻസുലിനെ സ്വീകരിക്കാൻ വേണ്ട ഗ്രാഹികൾ കാണുന്നുള്ളൂ. സിമ്പിൾ. ഇൻസുലിനെ സ്വീകരിക്കാൻ വേണ്ട ഗ്രാഹികൾ എവിടെയുള്ളൂ? ലക്ഷ്യകോശത്തിൽ മാത്രമേ ഉള്ളൂ. അങ്ങനെ എവിടെയാണോ ആ ഗ്രാഹികൾ ഉള്ളത്, ആ ഗ്രാഹികളിൽ ആ റിസപ്റ്റർ ഉള്ള ഭാഗത്ത് ഇൻസുലിൻ പോയി ഒട്ടിപ്പിടിക്കും. ഓക്കെ, ആ ഭാഗത്ത് ഇൻസുലിൻ പോയിട്ട് ഒട്ടിപ്പിടിക്കും, അതായത് ഇൻസുലിൻ പ്രവർത്തിക്കും. സിമ്പിളായി പറഞ്ഞാൽ എന്നല്ല, നമുക്ക് വേണ്ട ടേം ഇതാണ്. ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് ഉണ്ടാവും. ഹോർമോൺ അതിൻ്റെ ലക്ഷ്യകോശങ്ങളിലേക്ക് എത്തും, ലക്ഷ്യകോശങ്ങളിൽ പോയിട്ട് അത് ഒട്ടിപ്പിടിക്കും, അതായത് ബൈൻഡ് ചെയ്യും. അങ്ങനെ ചെയ്യുമ്പോൾ ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് ഉണ്ടാവും. ഇങ്ങനെ ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് ഉണ്ടാവുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ ആവശ്യമായ മാറ്റങ്ങൾ സംഭവിക്കും. ഓക്കെ, ഗ്ലൂക്കോസിനെ കോശങ്ങൾ കൂടുതലായി ഉപയോഗിക്കും. ഇൻസുലിൻ്റെ കേസാണ് പറഞ്ഞത്. ഇൻസുലിൻ്റെ കേസാണെങ്കിൽ ഗ്ലൂക്കോസിനെ കോശങ്ങൾ എന്ത് ചെയ്യും? കൂടുതലായി ഉപയോഗിച്ചുകൊണ്ട് രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറക്കാൻ സഹായിക്കും. അതായത് ആ ഹോർമോൺ എന്ത് ഡ്യൂട്ടിയാണോ ചെയ്യേണ്ടത്, ആ ഡ്യൂട്ടി ചെയ്യുന്നത് ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് ഉണ്ടാവുന്ന സമയത്ത്. മനസ്സിലായോ? അപ്പോൾ ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് ഉണ്ടാവുമ്പോഴാണ് ഹോർമോണുകൾ അതിൻ്റെ ഡ്യൂട്ടി ചെയ്തു തുടങ്ങുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ഇങ്ങനെയാണ് ഹോർമോണുകൾ ജീവൽ പ്രവർത്തനങ്ങൾക്ക് സഹായിക്കുന്നത്. ഒന്നുകൂടെ പറയുന്നു, ഹോർമോണുകൾ എല്ലാ കോശങ്ങളിലും സ്വീകരിക്കപ്പെടുന്നില്ല. ഹോർമോണുകൾ സ്വീകരിക്കപ്പെടുന്ന കോശങ്ങളെ അതിൻ്റെ ലക്ഷ്യകോശങ്ങൾ എന്ന് വിളിക്കുന്നു. ലക്ഷ്യകോശങ്ങളിൽ പെർട്ടിക്കുലർ റിസപ്റ്റേഴ്സ്, പ്രത്യേകതരം റിസപ്റ്റേഴ്സ് കാണപ്പെടുന്നു. റിസപ്റ്ററും ഹോർമോണും കൂടെ കൂടിച്ചേർന്ന് ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് ഉണ്ടാവുന്നു. എപ്പോഴാണോ ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് ഉണ്ടാവുന്നത്, അപ്പോൾ ശരീരത്തിൽ ആവശ്യമായ മാറ്റങ്ങൾ സംഭവിക്കുന്നു. ഇത്രയും മനസ്സിലായോ? ഇനി നോക്കാം. ഏതൊരു ഹോർമോണിൻ്റെയും ലക്ഷ്യകോശത്തിൽ അതിന് അനുയോജ്യമായ റിസപ്റ്ററുകൾ ഉണ്ടായിരിക്കും. ഈ റിസപ്റ്ററുകൾ എവിടെയാണ് കാണുക? കോശസ്തരത്തിലും കോശത്തിനുള്ളിലും കാണപ്പെടുന്നു. ഹോർമോണുകളും റിസപ്റ്ററുകളും ചേർന്ന് ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് ഉണ്ടാകുന്നു. ഈ സംയുക്തമാണ് കോശത്തിനുള്ളിലെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ സാധനം തന്നെ ടെക്സ്റ്റിലുള്ളത് അതുപോലെ പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ, അപ്പോൾ ഹോർമോൺ എല്ലാ സ്ഥലത്തേക്കും എത്തി. ആവശ്യമുള്ള കോശത്തിൽ മാത്രം എന്തുണ്ട്? ലക്ഷ്യകോശത്തിൽ മാത്രം എന്തുണ്ട്? റിസപ്റ്റർ ഉണ്ട്. അപ്പോൾ റിസപ്റ്ററുള്ള കോശത്തിൽ അത് സ്വീകരിക്കപ്പെട്ടു, ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് ഉണ്ടായി. ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് ഉണ്ടാവുന്ന സമയത്ത് ശാരീരിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കപ്പെട്ടു, സംഭവം കഴിഞ്ഞു. ഇങ്ങനെയാണ് ഹോർമോൺ പ്രവർത്തിക്കുന്നത്. ഈ ചിത്രം പഠിച്ച് വെക്കണം. ചിലപ്പോൾ ഈ ചിത്രത്തെ ബേസ് ചെയ്ത് ഇത് എന്തിനെ സൂചിപ്പിക്കുന്നു, പിന്നെ ഇതിൽ വരയിട്ടിട്ട് ഇതൊന്നും തരൂല, ലക്ഷ്യകോശങ്ങളിൽ നിന്നും ലക്ഷ്യേതര കോശങ്ങളിൽ നിന്നൊന്നും തരൂല എക്സാമിന്. ചിത്രം മാത്രം തരും. എന്നിട്ട് ഇതെന്തിനെ സൂചിപ്പിക്കുന്നു, ഈ പ്രവർത്തനം വിശദീകരിക്കുക എന്നുള്ള രീതിയിൽ ചോദ്യങ്ങൾ വന്നേക്കാം. പാറ്റേൺ മാറിയതാണ്. ടെക്സ്റ്റ് ബുക്കിലെ എല്ലാ ചിത്രങ്ങളും വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെച്ചോളുക. ഓക്കെ, ഇനി നോക്കുക. ജന്തുക്കളുടെ കേസിൽ അന്തസ്രാവി ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ രക്തത്തിലൂടെ ലക്ഷ്യകോശങ്ങളിലെത്തുന്നു. എന്തെന്ന്? അന്തസ്രാവി ഗ്രന്ഥികൾ. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ കേസിൽ, മനുഷ്യന്മാരുടെ കേസിൽ, ജന്തുക്കളുടെ കേസിൽ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന പ്രത്യേകതരം ഗ്രന്ഥികളുണ്ട്. അതിനെയാണ് അന്തസ്രാവി ഗ്രന്ഥികൾ എന്ന് വിളിക്കുന്നത്, അതായത് എൻഡോക്രൈൻ ഗ്ലാൻഡ് എന്ന് വിളിക്കുന്നത്. ഇങ്ങനെ എൻഡോക്രൈൻ ഗ്ലാൻഡ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ രക്തത്തിലൂടെ എവിടെത്തും? ലക്ഷ്യകോശങ്ങളിലേക്കെത്തും. മനസ്സിലായോ? എന്നാൽ സസ്യങ്ങളിൽ രക്തമില്ലല്ലോ, അപ്പം എന്ത് ചെയ്യും? സസ്യങ്ങളിൽ ഗ്രന്ഥികളില്ലല്ലോ, അപ്പം എന്ത് ചെയ്യും? നോക്കിക്കോളൂ. സസ്യ ഹോർമോണുകൾ വേര്, കാണ്ഡം എന്നിവയുടെ അഗ്രഭാഗങ്ങളിലോ വിത്തുകളിലോ തളിരിലകളിലോ ആണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ഓക്കെ, നമ്മളെ കേസിലെ പോലെ ജന്തുക്കളുടെ കേസിലെ പോലെ സസ്യങ്ങൾക്ക് രക്തമൊന്നുമില്ല, ഗ്രന്ഥികളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഹോർമോണുകൾ ആവശ്യമുള്ള സ്ഥലത്ത് കൃത്യമായി ഉൽപ്പാദിപ്പിക്കപ്പെടും. അതായത് വേര്, കാണ്ഡം എന്നിവയുടെ അഗ്രഭാഗങ്ങളിലോ വിത്തുകളിലോ തളിരിലകളിലോ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഓർത്തു വെക്കണം. ജന്തുക്കളുടെ കേസിൽ അന്തസ്രാവി ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കും, രക്തത്തിലൂടെ ട്രാൻസ്പോർട്ട് ചെയ്യും. സസ്യങ്ങളുടെ കേസിലോ വേര്, തണ്ട് എന്നിവയുടെ അഗ്രഭാഗത്തോ വിത്തുകളിലോ തളിരിലകളിലോ ഉൽപ്പാദിപ്പിക്കപ്പെടും. ഇനി ഇതെങ്ങനെയാണ് ട്രാൻസ്പോർട്ട് ചെയ്യുക? ഇവ കോശങ്ങളിൽ നിന്ന് കോശങ്ങളിലേക്കും, അതായത് ഡിഫ്യൂഷൻ വഴി,
ഓക്കെ, ഒരു കോശത്തിൽ നിന്ന് തൊട്ടടുത്ത കോശത്തിലേക്ക്. ഇപ്പോൾ ഒരു കോശത്തിൽ ഓക്സിൻ്റെ അളവ് കൂടുതലാണെങ്കിൽ അവിടുന്ന് അടുത്ത കോശത്തിലേക്ക്. ഓക്കെ, മനസ്സിലായല്ലോ. അവ കോശങ്ങളിൽ നിന്ന് കോശങ്ങളിലേക്ക് ഡയറക്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ സൈലത്തിലൂടെയോ ഫ്ലോയത്തിലൂടെയോ സംവഹനം ചെയ്യപ്പെട്ട് ലക്ഷ്യകോശങ്ങളിൽ എത്തിച്ചേരുന്നു. ഓക്കെ, അവരിലും എന്തുണ്ട്? ലക്ഷ്യകോശങ്ങളുണ്ട്. അപ്പോൾ ഏതൊരു കേസിലും ഹോർമോണുകൾ പ്രവർത്തിക്കുന്നത് ഇവിടെ മാത്രമാണ്, ലക്ഷ്യകോശങ്ങളിൽ അഥവാ ടാർഗറ്റ് സെൽസിൽ മാത്രമാണ് ഹോർമോണുകൾ പ്രവർത്തിക്കുന്നത്. കാരണം അവിടെ മാത്രമേ എന്തുള്ളൂ? റിസപ്റ്ററുകളുള്ളൂ. ഹോർമോൺ എപ്പോഴാണോ റിസപ്റ്ററുമായിട്ട് കമ്പൈൻ ചെയ്യുന്നത് അപ്പോഴേ ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് ഉണ്ടാവുകയുള്ളൂ. ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് ഉണ്ടായാൽ മാത്രമേ പ്രവർത്തനങ്ങൾ നടക്കുന്നുള്ളൂ. കിട്ടിയല്ലോ. ഇനി ഈ ഓക്സിനുകൾക്ക് നമ്മൾ ഇനി തിരിച്ചു വരികയാണേ. നമ്മൾ നേരത്തെ പഠിച്ച ഓക്സിൻ അല്ലേ, നമ്മുടെ ഓക്സിനുകൾക്ക് ആദ്യമായി കണ്ടെത്തിയ സസ്യ ഹോർമോൺ അല്ലേ ഈ FW വെൻഡ്. ഈ സസ്യ ഹോർമോണിന് അതായത് ഓക്സിന് പ്രകാശത്തിൽ നിന്ന് അകന്നു നിൽക്കാനുള്ള പ്രവണതയുണ്ട്. മക്കളെ, എല്ലാവരും കൂടെ സ്കൂളിലെ സ്പോർട്സ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നു. ഓക്കെ, എല്ലാവരും കൂടെ സ്പോർട്സ് ഡേക്ക് വേണ്ടി നിങ്ങൾക്ക് ചില ഡ്യൂട്ടി കിട്ടി. ചിലരില്ലേ ഇപ്പം തണലത്തേക്ക് മാറി നിൽക്കുന്ന ആൾക്കാർ അല്ലേ, ആരെങ്കിലും കൊടേണ്ടതായാലോ ആരെങ്കിലും തൊപ്പി വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ തൊപ്പിയെല്ലാം അടിച്ചു മാറ്റിയിട്ട് സ്വന്തം തലയിൽ വെച്ചിട്ടോ അങ്ങനെയെല്ലാം നിൽക്കുന്ന ചില ടീംസ് ഇല്ലേ. അപ്പം അത്തരത്തിലുള്ള ഒരു ടീമാണ് ഇത് ഓക്സിൻ. അങ്ങനെ നിങ്ങൾ ഏതെങ്കിലും ഫ്രണ്ടൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഓക്സിനുകൾക്ക് പ്രകാശത്തിൽ നിന്നും അകന്നു നിൽക്കാനുള്ള ഒരു പ്രവണതയുണ്ട്. എപ്പോൾ എവിടെയാണോ തണൽ ആ ഭാഗത്ത് പോയി നിൽക്കും. മനസ്സിലായോ? അപ്പം അങ്ങനത്തെ ഒരാളാണ് ആര്? ഓക്സിൻ. ഇത്രയും മനസ്സിലായോ? ഇനി നോക്കുക, ഓക്സിൻ്റെ പ്രവർത്തനമാണ് പറയുന്നത്. ആദ്യം നോക്കിയേ, നേരെ മുകളിലാണ് ആ ചെടിയുടെ നേരെ മുകളിലാണ് സൂര്യൻ. ലൈറ്റ് എല്ലാ സ്ഥലത്തും ഈക്വലായിട്ടാണ് വരുന്നത്. അതുകൊണ്ട് ഓക്സിന് വേറെ വഴിയൊന്നുമില്ല, തണലൊന്നും ഏടിയില്ല. അവർ ഡയറക്റ്റ് ഇവിടെ പോയി നിൽക്കും. എല്ലാ ഭാഗത്തും സസ്യത്തിൻ്റെ മുകളിൽ ഏറ്റവും ടിപ്പിൽ എല്ലാ ഭാഗത്തും ഈക്വലായി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. നോക്കിക്കോളൂ. ഫസ്റ്റ് വൺ, സസ്യകാണ്ഡത്തിൻ്റെ നേരെ മുകളിലായി സൂര്യപ്രകാശം പതിക്കുമ്പോൾ ഓക്സിൻ കാണ്ഡത്തിൻ്റെ എല്ലാ വശങ്ങളിലേക്കും തുല്യമായി വിതരണം ചെയ്യപ്പെടുന്നു. സസ്യകാണ്ഡത്തിൻ്റെ നേരെ മുകളിലായി സൂര്യപ്രകാശം കിട്ടുന്ന സമയത്ത് ഓക്സിജൻ എന്ത് ചെയ്യുന്നു? കാണ്ഡത്തിൻ്റെ എല്ലാ വശങ്ങളിലേക്കും തുല്യമായി വിതരണം ചെയ്യപ്പെടുന്നു. എന്നാൽ നോക്കിയേ, പ്രകാശം ഒരു സൈഡിലേക്ക് മാറി. സൂര്യൻ ഇപ്പോൾ ഒരു സൈഡിലാണ്. അപ്പോൾ നോക്കിയേ, ഒരു സൈഡിൽ തണൽ കിട്ടൂലേ, അല്ലെങ്കിൽ വെയിൽ കുറവായിരിക്കൂലേ. അപ്പോൾ അയാൾ മെല്ലെ ഓക്സിജൻ മെല്ലെ എങ്ങോട്ട് പോവും? തണലത്തേക്ക് പോവും. നിങ്ങളെ ഫ്രണ്ട്സ് പോയ പോലെ. അതായത് സസ്യകാണ്ഡത്തിന് ഒരു ദിശയിൽ നിന്ന് മാത്രം പ്രകാശം ലഭിക്കുമ്പോൾ ഓക്സിൻ സസ്യകാണ്ഡത്തിൻ്റെ എതിർവശത്തേക്ക് നീങ്ങുന്നു. അവിടെയുള്ള കോശങ്ങളിലെ ഹോർമോൺ റിസപ്റ്ററുകളുമായി ഓക്സിൻ കൂടിച്ചേരും. എന്നിട്ട് ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് ഉൽപ്പാദിപ്പിക്കും. അതിൻ്റെ ഫലമായിട്ട് കോശങ്ങളിൽ മാറ്റം വരും. ഒന്നുകൂടെ പറയുന്നു, ആദ്യം ലൈറ്റ് നേരെ മുകളിൽ നിന്നായിരുന്നു. എല്ലാ ഭാഗത്തും എന്ത് ചെയ്യുന്നുണ്ട്? ഈക്വലായിട്ട് ലൈറ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഓക്സിജനും ഇങ്ങനെ ഈക്വലായിട്ട് എല്ലാ ഭാഗത്തും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അവിടെയുള്ള കോശങ്ങളിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് ഒക്കെ ഫോം ചെയ്ത് അതിൻ്റെ വളർച്ചയ്ക്ക് സഹായിക്കുന്നുണ്ട്. ഇനി എപ്പോഴാണോ സൈഡിൽ നിന്ന് ലൈറ്റ് കിട്ടുന്നത്, അങ്ങനെ ലൈറ്റ് കിട്ടുന്ന സമയത്ത് ഇയാൾ നേരെ തണലത്തേക്ക് മാറി. അവിടെയുള്ള കോശങ്ങളിലെ ഹോർമോണുകൾ അതായത് അവിടെയുള്ള കോശങ്ങളിലെ റിസപ്റ്റേഴ്സുമായി കൂടി ചേർന്ന് ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് ഉണ്ടാക്കും. എന്നിട്ട് എന്ത് സംഭവിക്കും? കോശത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ മാറ്റം വരും. എന്ത് മാറ്റാ വരിക? മൂന്നാമത്തെ ചിത്രത്തെ കൊടുത്തിട്ടതാ കോശദീർഘീകരണം നടക്കും. അതിന് കോശദീർഘീകരണം നടക്കും. അതായത് നിഴൽ വശത്തെ കോശങ്ങൾ ദീർഘീകരിക്കുകയും കോശദീർഘീകരണം സംഭവിച്ച ഭാഗം മറുവശത്തേക്ക് വളയുകയും ചെയ്യും. ഞാനിവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ടെക്സ്റ്റിൽ ഇല്ലാത്ത ഒരു എക്സ്ട്രാ പിക്ചർ. ആ മുകളിൽ കൊടുത്തിരിക്കുന്ന സൂര്യന് നേരെ ആര് വളർന്നു? ചെടികൾ വളർന്നു. കാരണം എന്താ? ഓപ്പോസിറ്റ് സൈഡിലാണ് ആര് പോയി നിന്നത്? ഓക്സിജൻ പോയി നിന്നത്. അപ്പോൾ ഓക്സിജനുള്ള ഭാഗം മാത്രം എന്ത് ചെയ്തു? വളഞ്ഞു വളർന്നു, ദീർഘീകരണം നടന്നു. ഇങ്ങനെയാണ് ആര് പ്രവർത്തിക്കുന്നത്? ഓക്സിജൻ ചെടികളിലെ സസ്യങ്ങളിലെ കാണ്ഡ ദീർഘീകരണത്തിന് സഹായിക്കുന്നത്. കിട്ടിയല്ലോ, മനസ്സിലായല്ലോ. എക്സാമിന് ചോദിക്കും, ചോദ്യ സാധ്യതയുള്ള ഒരു ഭാഗമാണ്. നന്നായിട്ട് പഠിച്ചു വെക്കുക. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ചില സസ്യ ഹോർമോണുകളെ കുറിച്ചിട്ടാണ്. ഓക്കെ, ചില സസ്യ ഹോർമോണുകളെ കുറിച്ചിട്ടാണ് നമ്മളിനി പഠിക്കുന്നത്. പ്രധാനമായിട്ടും 5 സസ്യ ഹോർമോണുകളാണുള്ളത്. ഞാൻ പറയാം, നോട്ട് ചെയ്ത് വെച്ചോളൂ. ഇതിൽ 1 by 1 ആയിട്ട് എഴുതി വെച്ചിട്ടില്ല. നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഇപ്പം നിങ്ങൾ പഠിച്ചു, ഓക്സിൻ. എന്തെന്ന്? ഓക്സിൻ. 2 സൈറ്റോകൈനിൻ. നമ്മൾ കേൾക്കൂട്ടോ, വരുന്ന സ്ലൈഡുകളിൽ ഇവയൊക്കെ കേൾക്കും. അപ്പോൾ ഓക്സിൻ, സൈറ്റോകൈനിൻ.
ഗിബറിലിൻ അല്ലെങ്കിൽ ജിബറിലിൻ, രണ്ട് രീതിയിലും ചിലർ പ്രൊനൗൺസ് ചെയ്ത് കാണാറുണ്ട്. ഒന്നുകൂടെ പറയുന്നു: ഓക്സിൻ, സൈറ്റോകൈനിൻ, ഗിബറിലിൻ, അബ്സസിക് ആസിഡ്, എഥിലിൻ. എന്തെന്ന്? ഓക്സിൻ, സൈറ്റോകൈനിൻ, ഗിബറിലിൻ, അബ്സസിക് ആസിഡ്, എഥിലീൻ എന്നിങ്ങനെ 5 സസ്യ ഹോർമോണുകളാണ് ഉള്ളത്. ഇനി ഓരോ സസ്യ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും ഏതൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നമ്മൾ പഠിക്കാൻ പോവാണ്. ശ്രദ്ധിച്ചോ, കുറച്ച് ലെങ്തിയാണ് ക്ലാസ്, ദയവായി ക്ഷമിക്കുക. ഓക്കെ, ഇപ്പോൾ നോക്കിക്കൊള്ളുക, സസ്യ ഹോർമോണുകളും അവയുടെ ധർമ്മവും. ആദ്യം നോക്കിയേ, ഒരു വിത്ത് അല്ലേ, വിത്ത് മുളച്ച് വരികയെന്ന്. ഈ സമയത്ത് ആരൊക്കെ പ്രവർത്തിക്കുന്നു എന്ന് നോക്കാം. അനുകൂല സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത് വരെ അബ്സസിക് ആസിഡ് വിത്തുകളുടെ സുപ്താവസ്ഥ നിലനിർത്തുന്നു. അതായത് മക്കളെ, നിങ്ങളൊരു വിത്ത് കുഴിച്ചിട്ടു, വെള്ളവും വളവും ഒക്കെ കൊടുത്തു അല്ലേ, പക്ഷെ അത് മുളച്ച് വരാൻ കുറച്ച് സമയം എടുക്കും അല്ലേ. അതിന് വേണ്ട ആ ഒരു കണ്ടീഷൻ കിട്ടുമ്പോഴേ അതെന്ത് ചെയ്യുന്നുള്ളൂ, മുളച്ച് വരുന്നുള്ളൂ. നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചാൽ മതി. രാവിലെ കിടന്നുറങ്ങുന്നു, ഇപ്പോൾ രാവിലെ നല്ല തണുപ്പുണ്ട്, മൂടി പൊതിച്ച് കിടന്നുറങ്ങുന്നു, അലാറടിച്ചു, അത് ഓഫാക്കും നിങ്ങൾ. എന്നിട്ട് എന്ത് വിചാരിക്കും, ഒരു 5 മിനിറ്റും കൂടെ കഴിയട്ടെ അല്ലേ. അങ്ങനെ 5 മിനിറ്റ് കഴിയും, 10 മിനിറ്റ് കഴിയും, 15 മിനിറ്റ് കഴിയും. ലാസ്റ്റ് അമ്മേരെ കയ്യിൽ നിന്ന് നല്ലത് കിട്ടുമ്പോൾ മെല്ലെ എണീക്കും. അതുപോലെയാണ് ഇവിടെ ആര്, അബ്സസിക് ആസിഡ്. ലാസ്റ്റ് അബ്സസിക് ആസിഡ് എന്ത് ചെയ്യണം, അബ്സസിക് ആസിഡ് എന്ത് ചെയ്യും ഇവിടെ, നിങ്ങളെ പോലെയാണ് അബ്സസിക് ആസിഡ്, കുറച്ചും കൂടെ കഴിയട്ടെ എന്ന് പറഞ്ഞാടിയിരിക്കും. അതായത് അനുകൂല സാഹചര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കേസിൽ എന്തായിരുന്നു, അമ്മ വന്ന് 2 എണ്ണം തന്നു, അതാണ് നിങ്ങളുടെ അനുകൂല സാഹചര്യം, എണീക്കാനില്ല. അതേ സമയത്ത് ഇയാളോ, അബ്സസിക് ആസിഡ് എന്താ ചെയ്യുന്നത്, നിങ്ങളെ പോലെ എന്താ ചെയ്യുന്നത്, മൂടി പൊതിച്ച് കിടന്നുറങ്ങുന്നു. അനുകൂല സാഹചര്യം ഉണ്ടാകുന്നത് വരെ അബ്സസിക് ആസിഡ് വിത്തുകളുടെ സുപ്താവസ്ഥ നിലനിർത്തുന്നു. അതായത് അതിന് മുളക്കാൻ വിടാണ്ട് അവിടെ തന്നെ കിടത്തുന്നു. അതാണ് സുപ്താവസ്ഥ. അനുകൂല സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത് വരെ അബ്സസിക് ആസിഡ് വിത്തുകളുടെ സുപ്താവസ്ഥ നിലനിർത്തുന്നു. മനസ്സിലായോ? ഇനി ഇതാ നിങ്ങൾ അമ്മ വരുന്നുണ്ടേ, ജിബറിലിൻ അല്ലെങ്കിൽ ഗിബറിലിൻ. ഇവർ വന്നിട്ട്, നിങ്ങളുടെ അമ്മയാണ് ഗിബറിലിൻ എന്ന് ആലോചിച്ചാൽ മതി. ഈ ജിബറിലിൻ വന്നിട്ട് വിത്തുകളുടെ സുപ്താവസ്ഥ ഇല്ലാതാക്കും. നിങ്ങൾക്ക് 2 അടി തന്ന് നിങ്ങൾ എണീച്ചു വന്നു. അതുപോലെ വിത്തിന് 2 കൊട്ടെല്ലാം കൊടുത്ത് വിത്തിനെ എന്ത് ചെയ്യും, എണീപ്പിക്കും. അതായത് വിത്ത് മുളക്കാൻ സഹായിക്കും. അപ്പം ഗിബറിലിൻ എന്ത് ചെയ്തു, വിത്തുകളുടെ സുപ്താവസ്ഥ ഇല്ലാതാക്കി. മക്കളെ, ഈ ഗിബറിലിൻ എന്ന് പറയുമ്പോൾ ജിബറിലിൻ എന്ന് പറയുമ്പോൾ രണ്ടാണെന്ന് കരുതരുത്. ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ GI ആണ് വരുന്നത്. പ്രൊനൗൺസിയേഷൻ ചിലവർ ഗിബറിലിൻ എന്ന് പറയും, ചിലവർ ജിബറിലിൻ എന്ന് പറയും. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ജിബറിലിൻ ആയതുകൊണ്ട് നമുക്ക് ജിബറിലിൻ എന്ന് തന്നെ ഫോളോ ചെയ്യാം. നോക്കിക്കോളൂ. അപ്പോൾ ആദ്യത്തെ ആൾ അബ്സസിക് ആസിഡ് ആയിരുന്നു. അബ്സസിക് ആസിഡ് എന്ത് ചെയ്തു, ഒരു അനുകൂല സാഹചര്യം വരുന്നത് വരെ വിത്തിൻ്റെ സുപ്താവസ്ഥ നിലനിർത്തി, വിത്തിനെ ഉറങ്ങാൻ വിട്ടു. ജിബറിലിൻ എന്ത് ചെയ്തു, വിത്തിന് 2 കൊട്ടെല്ലാം കൊടുത്ത് വിത്തുകളുടെ സുപ്താവസ്ഥ ഇല്ലാണ്ടാക്കി. ഇനിയോ അടുത്ത ആള്, എപ്പോഴും എല്ലാ കൂട്ടത്തിലുണ്ടാവും ചത്ത് പണിയെടുക്കുന്ന ഒരു വ്യക്തി അല്ലേ. അത് നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഗ്രൂപ്പിലായാലും ഉണ്ടാവും, നിങ്ങളുടെ ഫാമിലിയിലായാലും ഉണ്ടാവും അല്ലേ. എപ്പം പണിയെടുക്കുക, ഫുൾ ടൈം പണിയെടുക്കുന്ന ഒരാൾ, അയാളാണ് ഇവിടെ സൈറ്റോകൈനിൻ. സൈറ്റോകൈനിൻ. അദ്ദേഹം മുളക്കുന്ന വിത്തുകളിൽ കോശവിഭജനത്തെയും വൈവിധ്യവൽക്കരണത്തെയും ഉത്തേജിപ്പിക്കും. കോശവിഭജനം എന്താണെന്നും വൈവിധ്യവൽക്കരണം എന്താണെന്നും ഒക്കെ 8ാം ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചതാണ്. അതൊന്ന് പൊടി തട്ടിയെടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഒന്ന് നോക്കാം. വിത്തിനെ എപ്പോഴും ഉറക്കിക്കടത്താൻ ശ്രമിക്കുന്നത് അബ്സസിക് ആസിഡ്, ഉറക്കത്ത് നെണീപ്പിക്കുന്നത് ജിബറിലിൻ. ഇനി സൈറ്റോകൈനിൻ എന്ത് ചെയ്യും, വിത്ത് മുളക്കണമെങ്കിൽ അതിൻ്റെ ഗ്രോത്ത് നടക്കണ്ടേ. അപ്പം മുളയ്ക്കുന്ന വിത്തുകളിൽ കോശവിഭജനത്തെയും വൈവിധ്യവൽക്കരണത്തെയും ഉത്തേജിപ്പിക്കുന്ന ആളാണ് ആര്, സൈറ്റോകൈനിൻ. കിട്ടിയല്ലോ. ഇനി നോക്കുക, വിത്ത് മുളച്ചു, ഇനി അതിൻ്റെ നീളം കൂടണ്ടേ, തണ്ടിൻ്റെയും വേരിൻ്റെ എല്ലാം നീളം കൂടണ്ടേ. നോക്കിക്കോ. അങ്ങനെ മുളച്ച് കഴിഞ്ഞതിന് ശേഷം ഓക്സിനുകൾ കാണ്ഡത്തിൻ്റെ നീളം കൂട്ടുകയും പാർശ്വമുകുളത്തിൻ്റെ വളർച്ചയെ തടയുകയും ട്രോപ്പിക ചലനങ്ങളെ നിയന്ത്രിക്കുകയും ചെയ്യും. കുറേ ഡ്യൂട്ടി പറഞ്ഞു ഓക്സിൻ്റെ കേസിലെ. ഒന്ന്, കാണ്ഡത്തിൻ്റെ നീളം കൂട്ടും, ചെടികളെ നീളം വെക്കാൻ സഹായിക്കും. പാർശ്വമുകുളത്തിൻ്റെ വളർച്ച തടയും. മക്കളെ, നിങ്ങളൊരു ചെണ്ടുമല്ലീൻ്റെ തൈ നട്ടു എന്ന് കരുതുക. ആ ചെണ്ടുമല്ലീൻ്റെ തൈ നട്ട് കഴിഞ്ഞാൽ അത് ആദ്യം എന്ത് ചെയ്യും, നല്ലോണം നീളം വെക്കും. സൈഡിൽ നിന്ന് ബ്രാഞ്ച് വരുമോ? ഇല്ല. അതായത് ആ ഏറ്റവും ടിപ്പിലുള്ള ഓക്സിൻ, നിങ്ങൾ കണ്ടതാണ് ഓക്സിൻ ടിപ്പിലാന്നുള്ളതെന്ന്. ആ ഓക്സിൻ എന്ത് ചെയ്യും, സ്വന്തം കാര്യം മാത്രം നോക്കി നീളത്തിൽ പോവും, സൈഡിൽ നിന്ന് ആരെയും വരാൻ വിടൂല. അതാണ് പാർശ്വമുകുളത്തിൻ്റെ വളർച്ച തടയുക എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഒന്നുകൂടെ പറയാം, ഓക്സിനുകൾ എന്ത് ചെയ്യും, കാണ്ഡത്തിൻ്റെ നീളം കൂട്ടുകയും പാർശ്വമുകുള വളർച്ച തടയുകയും ട്രോപ്പിക ചലനങ്ങളെ നിയന്ത്രിക്കുകയും ചെയ്യുന്നു. ട്രോപ്പിക ചലനം എന്ന് പറഞ്ഞാൽ
പ്രകാശത്തിന് നേരെ സസ്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? വളരുന്നുണ്ട്. വേരുകൾ പ്രകാശത്തിൻ്റെ ഓപ്പോസിറ്റും അതുപോലെ തണ്ട് പ്രകാശത്തിന് നേരെയും വളരും. ഇനി വെള്ളം ഉണ്ടെങ്കിലോ വേര് വെള്ളത്തിൻ്റെ നേരെ വളരും. ഇനി ഭൂഗുരുത്വത്തിന് നേരെ ആര് വളരും? റൂട്ട്, വേരുകൾ വളരും. ഭൂഗുരുത്വത്തിന് ഓപ്പോസിറ്റ് ആര് വളരും? തണ്ടുകൾ വളരും. ഇത്തരത്തിലുള്ള ചലനങ്ങളാണ് ട്രോപ്പിക ചലനങ്ങൾ. ഈ ട്രോപ്പിക ചലനങ്ങളെ നിയന്ത്രിക്കുന്ന ആളാണ് ഓക്സിൻ. മനസ്സിലായോ? അപ്പോൾ ഓക്സിനുകൾ എന്ത് ചെയ്യും? കാണ്ഡത്തിൻ്റെ നീളം കൂട്ടുകയും പാർശ്വമുകുളത്തിൻ്റെ വളർച്ചയെ തടയുകയും ട്രോപ്പിക ചലനങ്ങളെ നിയന്ത്രിക്കുകയും ചെയ്യും. കിട്ടിയല്ലോ. അടുത്തത് ജിബർലിനുകളും സൈറ്റോകൈനുകളും. സൈറ്റോക്കിനുകളും അതെന്ത് ചെയ്യും? കാണ്ഡത്തിലും വേരുകളിലും നേരത്തെ നമ്മൾ പഠിച്ചു തന്നെ കോശവിഭജനത്തെ ഉത്തേജിപ്പിക്കും. കണ്ടിന്യൂസ് ആയിട്ട് കോശവിഭജനം നടക്കാനും വളരാനും സഹായിക്കുന്നു. ഓക്കെ, അടുത്തത് സൈറ്റോകൈനുകൾ. വീണ്ടും സൈറ്റോകിനുകൾ എന്ത് ചെയ്യുന്നു? പാർശ്വമുകുള വളർച്ചയെ ഉത്തേജിപ്പിക്കും. നേരത്തെ ആര് സപ്രസ് ചെയ്തിനി? പാർശ്വമുകുളങ്ങളുടെ വളർച്ചയൊക്കെ ആര് തടഞ്ഞു വെച്ചു? ഓക്സിൻ തടഞ്ഞു വെച്ചിട്ടേ അത് പോയിട്ട് ആര് സ്റ്റിമുലേറ്റ് ചെയ്യും? ചെടി കുറച്ച് നീളം വെച്ച് കഴിഞ്ഞാൽ മെല്ലെ സൈറ്റോകൈൻ പോയിട്ട് എന്ത് ചെയ്യും? സൈറ്റോകൈനിൻ പോയിട്ട് എന്ത് ചെയ്യും? പാർശ്വമുകുളത്തിൻ്റെ വളർച്ചയെ ഉത്തേജിപ്പിക്കും. മെല്ലെ സൈഡിൽ നിന്ന് ബ്രാഞ്ചുകൾ വരാൻ തുടങ്ങും. അതുപോലെ ഇലകൾ പഴുക്കുന്നത് വൈകിപ്പിക്കും. ചെടിയുടെ പച്ചപ്പ് നിലനിർത്താൻ സഹായിക്കും. അല്ലെ, വേഗം ഇലകൾ പഴുത്ത് വിടാതിരിക്കാൻ സഹായിക്കുന്നത് സൈറ്റോകൈനാണ്. അതുപോലെ ചെടിയുടെ പച്ചപ്പ്, ഇലകൾ പഴുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ചെടി പച്ച കളറിൽ നിൽക്കും. അപ്പോൾ ചെടിയുടെ പച്ചപ്പ് നിലനിർത്തുന്നതും ആര് തന്നെ? സൈറ്റോകിനുകളാണ്. ഓക്കെ, നെക്സ്റ്റ്, ചെടി വലുതായി, അതിൽ പൂ പിടിച്ചു, കായ പിടിച്ചു. നോക്കിക്കോ, ഓക്സിനുകൾ പൂക്കളുടെ ഉൽപാദനത്തെയും ഫലരൂപീകരണത്തെയും സ്വാധീനിക്കും. ഓക്സിൻ എന്ത് ചെയ്യുന്നു? പൂക്കൾ ഉൽപ്പാദിപ്പിക്കാനും ഫലങ്ങൾ ഉണ്ടാക്കാനും സഹായിക്കുന്നു. ജിബർലിനുകളോ ഫലങ്ങളുടെയും വിത്തുകളുടെയും വളർച്ചയെ ഉത്തേജിപ്പിക്കുന്നു. പഴങ്ങൾ വലുതാവാനും വിത്തുകളുടെ വളർച്ചയൊക്കെ കൃത്യമായി നടക്കാനും ജിബർലിൻ സഹായിക്കുന്നു. അടുത്തത് സൈറ്റോകിന് എന്ത് ചെയ്യുന്നു? സൈറ്റോകിനുകൾ വളരുന്ന സസ്യഭാഗങ്ങളിലേക്കുള്ള പോഷണ സംവഹനം പ്രോത്സാഹിപ്പിക്കുന്നു. സൈറ്റോകിനുകൾ എന്ത് ചെയ്യുന്നു? വളരുന്ന സസ്യഭാഗങ്ങളിലേക്കുള്ള പോഷക സംവഹനം പ്രോത്സാഹിപ്പിക്കും. മനസ്സിലായോ? അപ്പോൾ സൈറ്റോകിൻ എന്താ ചെയ്തത്? വളരുന്ന സസ്യഭാഗങ്ങളിലേക്കുള്ള പോഷക സംവഹനം പ്രോത്സാഹിപ്പിച്ചു. പോഷണമൊക്കെ കൊടുത്തു സൈറ്റോകൈൻ. കാരണം എന്താ? സെൽ ഡിവിഷനൊക്കെ നടക്കണമെങ്കിൽ സൈറ്റോകൈൻ തന്നെ വേണം. പോഷണവും ആര് തന്നെ കൊടുക്കണം? പാവം, എല്ലാം ഞാൻ തന്നെ ചെയ്യണം എന്ന് ആര് വിചാരിക്കും? സൈറ്റോകൈൻ വിചാരിക്കും. അങ്ങനെ സൈറ്റോകൈൻ എന്ത് ചെയ്തു? സസ്യഭാഗത്തേക്കുള്ള പോഷക സംവഹനമൊക്കെ പ്രോത്സാഹിപ്പിച്ചു കൊടുത്തു. ഓക്സിൻ എന്ത് ചെയ്തു? പൂക്കളുടെ ഉൽപ്പാദനത്തെയും ഫലരൂപീകരണത്തെയും സ്വാധീനിച്ചു. ജിബർലിൻ എന്ത് ചെയ്തു? ഫലങ്ങളുടെയും വിത്തുകളുടെയും വളർച്ചയെ സ്പീഡാക്കി, ഉത്തേജിപ്പിച്ചു. ഇനി നോക്കിയേ, ലാസ്റ്റ് വൺ, എത്തിലിനും അബ്സസിക് ആസിഡും. പഴങ്ങളെല്ലാം പഴുത്തു, ഇനി അതെല്ലാം വീണ് പോകണം അല്ലേ? ചെടികളുടെ ഇലയൊക്കെ പൊഴിയണം. അതിനൊക്കെ വേണ്ടിയിട്ട് നോക്കിക്കോളൂ, എത്തിലിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ക്ലോറോഫിൽ, പ്രോട്ടീനുകൾ, ന്യൂക്ലിക് ആസിഡുകൾ എന്നിവയുടെ ശിഥിലീകരണത്തിലൂടെ ഇല, പുഷ്പം, ഫലങ്ങൾ എന്നിവ പാകപ്പെടുന്നതിനും പഴുക്കുന്നതിനും എഥിലിൻ സഹായിക്കുന്നു. എഥിലിൻ്റെ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ക്ലോറോഫിൽ, പ്രോട്ടീനുകൾ, ന്യൂക്ലിക് ആസിഡുകൾ എന്നിവയുടെ ശിഥിലീകരണം. മീൻസ് അവയൊക്കെ നശിച്ചു പോകുന്നു എന്ന ഈ പ്രവർത്തനത്തിലൂടെ ഇലയും പുഷ്പവും ഫലങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു? പാകപ്പെടാനും പഴുക്കുന്നതിനും ആര് സഹായിക്കുന്നു? എഥിലിൻ സഹായിക്കുന്നു. പഴങ്ങൾ പാകമാകാൻ സഹായിക്കുന്ന ഹോർമോണാണ് ഇത്, എഥിലിൻ. ഓക്കെ, അടുത്തത് അബ്സസിക് ആസിഡ്. സസ്യഭാഗങ്ങളുടെ വളർച്ച തടസ്സപ്പെടുത്തിക്കൊണ്ട് പ്രതികൂല സാഹചര്യങ്ങളെ നേരിടാൻ സസ്യങ്ങളെ സഹായിക്കുന്നു. അതായത് ചിലപ്പോൾ ഭയങ്കരമായിട്ടുള്ള ചൂട് വരുന്ന സമയമുണ്ട്, അല്ലെങ്കിൽ നല്ല തണുപ്പ് വരുന്ന സമയമുണ്ട്. ഇത്തരത്തിലുള്ള സമയത്ത് സസ്യങ്ങൾക്ക് പ്രതികൂല കാലാവസ്ഥയാണ് അല്ലേ? അപ്പം അത്തരം സാഹചര്യങ്ങളിൽ സസ്യങ്ങളെ നിലനിന്ന് പോവാൻ സഹായിക്കുന്നത് അബ്സസിക് ആസിഡാണ്. അതുപോലെ പാകമായ ഇലകളും പഴങ്ങളും പൊഴിച്ചു കളയാനും ആര് സഹായിക്കും? അബ്സസിക് ആസിഡ് സഹായിക്കുന്നു. കിട്ടിയല്ലോ. അപ്പോൾ ഇത്രയാണ് സസ്യ ഹോർമോൺ. ഇനി അതിനൊരു ടേബിളാക്കി ക്രോഡീകരിച്ച് ഞാൻ നിങ്ങൾക്ക് തരുന്നുണ്ട്, അതൊന്ന് നോക്കുക. ഇതിലെല്ലാ പോയിന്റ്സും ഇല്ല, ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. നോക്കിക്കോളൂ. സസ്യ ഹോർമോൺ 5 ഓക്സിൻ, ജിബർലിൻ, സൈറ്റോകൈനിൻ, എത്തിലിൻ, അബ്സസിക് ആസിഡ്. ഒന്നാമത്തത് ഓക്സിൻ. ധർമ്മം ഇതാണ്: കാണ്ഡത്തിൻ്റെ നീളം കൂട്ടുന്നു, പാർശ്വമുകുള വളർച്ച തടയുന്നു, ട്രോപ്പിക ചലനത്തെ നിയന്ത്രിക്കുന്നു. ഓക്സിനുകൾക്ക് 3 പ്രധാനപ്പെട്ട ധർമ്മങ്ങൾ. ഒന്ന് വേറെയുണ്ട്, പ്രധാനപ്പെട്ടതാണ് കൊടുത്തത്. കാണ്ഡത്തിൻ്റെ നീളം കൂട്ടുന്നു, പാർശ്വമുകുളത്തിൻ്റെ വളർച്ച തടയുന്നു, ട്രോപ്പിക ചലനത്തെ നിയന്ത്രിക്കുന്നു. 3 ഫങ്ഷൻസ്. ദെൻ ജിബർലിൻ.
വിത്തുകളുടെ സുപ്താവസ്ഥ ഇല്ലാതാക്കുന്നു. ഉറങ്ങിക്കിടക്കുന്ന ആളെല്ലാം തട്ടി എണീപ്പിച്ചു അല്ലേ. അപ്പൊ ജിബറലിൻ എന്ത് ചെയ്തു? വിത്തുകളുടെ സുപ്താവസ്ഥ ഇല്ലാതാക്കുന്നു. കാണ്ഡങ്ങളിലും വേരുകളിലും കോശവിഭജനത്തെ ഉത്തേജിപ്പിക്കും. കാണ്ഡവും വേരും കോശവിഭജനം നടന്ന് വളരാൻ സഹായിക്കും. സൈറ്റോകൈനോ മുളയ്ക്കുന്ന വിത്തുകളിൽ കോശവിഭജനത്തെയും കോശവൈവിധ്യവൽക്കരണത്തെയും ഉത്തേജിപ്പിക്കും. അതായത് കോശങ്ങൾ കണ്ടിന്യൂസ് ആയി വിഭജിക്കാനും പലതരത്തിലുള്ള കോശങ്ങളായത് മാറാനും സഹായിക്കുന്നു. കാണ്ഡങ്ങളിലും വേരുകളിലും കോശവിഭജനത്തെ ഉത്തേജിപ്പിക്കും. കോശവിഭജനം കാണ്ഡത്തിലും വേരുകളിലും നടക്കണം, അപ്പോഴേ അത് വളരൂ. അപ്പം സൈറ്റോകൈൻ്റെ ഡ്യൂട്ടിയാണ് എന്ത്? കാണ്ഡങ്ങളിലും വേരുകളിലും കോശവിഭജനത്തെ ഉത്തേജിപ്പിക്കുന്നു. ജിബ്ബറലിനുകളും ഈ ധർമ്മം ചെയ്യുന്നു. ഇനി അടുത്തത് എഥിലിൻ. ക്ലോറോഫിൽ, പ്രോട്ടീനുകൾ, ന്യൂക്ലിക് ആസിഡുകൾ എന്നിവയുടെ ശിഥിലീകരണത്തിലൂടെ ഇല, പുഷ്പം, ഫലങ്ങൾ എന്നിവ പാകപ്പെടുന്നതിനും പഴുക്കുന്നതിനും സഹായിക്കും. സിമ്പിളായി ഇങ്ങനെ പഠിച്ചാലും മതി. ഇല, പുഷ്പം, ഫലങ്ങൾ എന്നിവ പാകപ്പെടാനും പഴുക്കാനും സഹായിക്കുന്നു. ആര്? എഥിലിൻ. ദെൻ അബ്സസിക് ആസിഡ്. ഇത് വിത്തുകളുടെ സുപ്താവസ്ഥ നിലനിർത്തും. അലാറടിച്ചാലും നിങ്ങൾ എണീക്കൂല, അതുപോലെ ഓക്കെ വിത്തുകളുടെ സുപ്താവസ്ഥ നിലനിർത്തുന്നു. സസ്യഭാഗങ്ങളുടെ വളർച്ച തടസ്സപ്പെടുത്തിക്കൊണ്ട് പ്രതികൂല സാഹചര്യങ്ങളെ നേരിടാൻ സസ്യങ്ങളെ സഹായിക്കുന്നു. ഇമ്പോർട്ടൻ്റ് ആണ്. പ്രതികൂല സാഹചര്യങ്ങളെ നേരിടാൻ സസ്യങ്ങളെ സഹായിക്കുന്നത് അബ്സസിക് ആസിഡ്. അതുപോലെ പാകമായ ഇലകളും പഴങ്ങളും പൊഴിക്കാനും ആര് സഹായിക്കുന്നു? അബ്സസിക് ആസിഡ് സഹായിക്കുന്നു. അപ്പോൾ ഇതൊന്ന് ക്രോഡീകരിച്ച് തന്നിട്ടുണ്ട്. സസ്യ ഹോർമോണുകളുടെ ധർമ്മം ഇത് പഠിക്കണം. മിനിമം ഇതെങ്കിലും പഠിക്കണം. ഈ ടേബിളിലുള്ളതെങ്കിലും മിനിമം പഠിക്കണം എന്ന് വെച്ച് ഇത് മാത്രം പഠിച്ചിട്ട് എക്സാമിന് മാർക്ക് കുറഞ്ഞു എന്ന് പറഞ്ഞ് കംപ്ലൈൻറ്റ് കൊണ്ടുവരാൻ പാടില്ല. എല്ലാം പഠിക്കണം. മിനിമം ഇതെങ്കിലും പഠിക്കണം. ഒന്നും പഠിക്കാതെ പോവരുത്. സസ്യ ഹോർമോണുകൾ ആകെ 5 പഠിക്കാനുള്ളൂ. ജന്തു ഹോർമോണുകൾ പഠിച്ചു തുടങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും, അയ്യോ സസ്യ ഹോർമോൺ മാത്രം മതിയായിരുന്നു എന്ന് നിങ്ങൾ പറയും. അപ്പോൾ അതുകൊണ്ട് ഇത് കൃത്യമായി മനസ്സിൽ ഉറപ്പിക്കുക. അടുത്ത ക്ലാസ്സിൽ ഞാൻ ചോദ്യം ചോദിക്കും. അപ്പം എനിക്ക് പട്ടാന്ന് ഉത്തരങ്ങൾ കമൻറ്റുകളായിട്ട് തരണം. ഓക്കെ. അപ്പോൾ ഇത്രയും നല്ല വൃത്തിയിൽ പഠിച്ചു വെക്കുക. ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. നന്നായിട്ട് പഠിക്കുക. ഇപ്പോഴേ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുക. അപ്പോഴേ എക്സാമിന് നല്ല മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പം നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.